അസ്സലാമു അലൈക്കും. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. വളരെ മഹത്വമേറിയൊരു സൂറത്താണ് ഇഖ്ലാസ്. നിഷ്കളങ്കമായ തൗഹീദ് എന്നാണ് ഇഖ്ലാസിൻ്റെ പദത്തിൻ്റെ അർത്ഥം. ഇനി ഇഖ്ലാസ് ഓരോ തവണ എത്ര തവണ നിങ്ങൾ ഓതണം, അതിനെന്തെല്ലാം ശ്രേഷ്ഠത ഉണ്ട്, ഫലമുണ്ട് എന്ന് പറഞ്ഞുതരാം. ഇഖ്ലാസ് ഒരു പ്രാവശ്യമാണ് നിങ്ങൾ ഓതിയതെങ്കിൽ ഖുർആനിൻ്റെ 1/3 ഓതിയ ഫലമാണ്. 3 ഇഖ്ലാസാണ് ഓതിയതെങ്കിൽ ഖുർആൻ മുഴുവൻ ഓതിയ ഫലമായി. ഇഖ്ലാസ് 10 നിങ്ങൾ ഓതിയതെങ്കിലോ അള്ളാഹു അവന് സ്വർഗരാമത്തിൽ ഒരു മണിമാളിക തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇനി 11 ഓടിയാൽ അള്ളാഹു അവന് സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരു കൊട്ടാരം ഒരുക്കും. 50 ഓതിയാലോ 50 വർഷത്തെ പാപങ്ങൾ തെറ്റുകൾ ഒക്കെ പുറത്തു കൊടുക്കും. 100 നിസ്കാരത്തിലോ മറ്റോ അവനെ ഓതിയിട്ടുണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. എന്നാൽ 201 വട്ടം ഓതിയവൻ്റെ ഒരു 100 കാലത്തെ ദോഷങ്ങളെ പുറത്തു കൊടുക്കും. നിസ്കാരത്തിൽ എല്ലാ റക്അത്തിലും ഇഖ്ലാസ് ഓതിയ ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ചു, എന്താണ് നിസ്കാരത്തിൽ ഇങ്ങനെ എല്ലാത്തിലും നിങ്ങൾ ഇഖ്ലാസ് ഓതുന്നത്? അപ്പോൾ അവർ പറഞ്ഞതെന്താ മറുപടി? ഇഖ്ലാസ് എന്ന സൂറത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സ്നേഹം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. അപ്പോൾ അത്രയും ഒരു ഫലമുള്ള ഒരു സൂറത്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? നമുക്ക് സ്വർഗം കരസ്ഥമാക്കാനുള്ള ഒരു സൂറത്താണ് ഇത്. മറ്റൊന്ന്, ഞായറാഴ്ച സൂര്യോദയത്തിന് ഇഖ്ലാസ് സൂറത്ത് 10 പ്രാവശ്യം ആരെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അവൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവനക്കത് കൊടുക്കും. ഇഹത്തിലും പരത്തിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു അവനക്ക് ഹൈറാക്കി കൊടുക്കും. സർവ്വ തിന്മകൾ, അവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അത് അവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യം, സൂറത്തുൽ ഇഖ്ലാസിന് ആരെങ്കിലും മരണരോഗത്തിൽ കിടക്കുന്ന അവസരത്തിൽ ചൊല്ലിയാൽ അവൻ്റെ ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല എന്ന്. വേറെ എന്ത് വേണം നമുക്കല്ലേ? ഖബറിൽ ഒരു ശിക്ഷയും ഉണ്ടാകുകയില്ല മരിച്ചാളുടെ അടുക്കൽ ഇത് ചൊല്ലുകയാണെങ്കിൽ. ഖബർ അവനെ ഇടുക്കുകയുമില്ല. സിറാത്തിലൂടെ മലക്കുകളുടെ അകമ്പടിയോടെ അവൻ നടന്നുപോയി സ്വർഗരാമത്തിൽ പ്രവേശിക്കും. ഇത്രയും കഴിവുള്ളൊരു സൂറത്താണ് ഇഖ്ലാസ്. ഇതെല്ലാവരും നിസ്കാരത്തിൽ ഏത് നിസ്കാരമാണെങ്കിലും ഒരു തവണയെങ്കിലും ഇഖ്ലാസ് ഓതാൻ ശ്രമിക്കുക. മറന്നു പോകരുത്. അത്രയും ഫലമുള്ള സൂറത്താണ്. ഇനി ഇതിന് മറ്റൊരു സവിശേഷത കൂടി ഉണ്ട്. അതാരും ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എങ്കിലും പറയാമെന്ന് മാത്രം. നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ അതുപോലെ തിരിച്ചടിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് വൊളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം 1000 പ്രാവശ്യം ഇഖ്ലാസ് ഓതുക. ഓരോ 100 പ്രാവശ്യം ഇഖ്ലാസ് ഓതി കഴിയുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യുക, ആരാണോ എന്നെ തകർത്ത് അവർക്ക് തിരിച്ചടി കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സൂറത്തിനുണ്ട്. ഖുർആൻ മുഴുവൻ ഒരു ദിവസം കൂടെ നമുക്ക് ഓതി തീർക്കാമില്ല. 3 ഓതിയാൽ ഒരു ഖുർആൻ ഓതിയ ഫലം കിട്ടിയില്ലേ? അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഈ സൂറത്ത് പതിവാക്കൽ അനിവാര്യമാണ്. എല്ലാവർക്കും നല്ലൊരു ഹൈറായ സന്തോഷമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.